നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC 2023 നടത്തിയ ആദ്യത്തെ LGS നിലവാരത്തിലുള്ള ചോദ്യപേപ്പറിന്റെ ഡിസ്കഷനാണ്. അറ്റൻഡർ, സ്റ്റോർ അറ്റൻഡർ. അപ്പോൾ LGS നിലവാരത്തിലുള്ള ചോദ്യപേപ്പറാണ്. യൂണിവേഴ്സിറ്റി LGS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്തായാലും കാര്യമായിട്ട് തന്നെ നോക്കിയിട്ട് പോകണം, വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഒരുപാട് റിലേറ്റഡ് ഫാക്ട്സിന്റെ വീഡിയോസ് നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എടുത്ത് റിവൈസ് ചെയ്തോളാം. ഓക്കെ, അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം 1929 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 2 മാത്രമാണ് ശരിയല്ലാത്തത്. ഗാന്ധിജി കോൺഗ്രസിന്റെ പ്രസിഡന്റായി. തെറ്റാണ്. 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ. ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചു. ലക്ഷ്യം പൂർണ്ണ സ്വരാജ്. ലാഹോർ സമ്മേളനത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നു? പൂർണ്ണ സ്വരാജ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം തുടങ്ങാൻ തീരുമാനിച്ചു. ആ 2 പ്രസ്താവനകളും ശരിയാണ്. 2 മാത്രമാണ് തെറ്റിപ്പോയത്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏവ? ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഖേദ സമരം, ചമ്പാരൻ സമരം. ഖേദ സത്യാഗ്രഹം 1918, ചമ്പാരൻ സത്യാഗ്രഹം 1917. 1ഉം 3ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ. ക്യാബിനറ്റ് മിഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തികൾ മൗണ്ട് ബാറ്റൺ പ്രഭുവും ഇർവിൻ പ്രഭുവുമാണ്. AV അലക്സാണ്ടർ, സ്റ്റഫോർഡ് ക്രിപ്സ് എന്നിവർ ക്യാബിനറ്റ് മിഷനിൽ അംഗങ്ങളായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയുമായി ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏത്? ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് കഴ്സൺ പ്രഭുവാണ് നടപ്പിലാക്കിയത്. തെറ്റ്. സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? വെല്ലസ്ലി പ്രഭുവാണ്. 1798 നടപ്പിലാക്കിയത്. അംഗമാകുന്ന രാജ്യം കമ്പനിയുടെ സൈന്യത്തെ നിലനിർത്തണം. അപ്പൊ ഇവിടെ തെറ്റിപ്പോയത് 2 മാത്രമാണ്. അടുത്ത ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ആരുടെയൊക്കെയാണ്? ഖിലാഫത്ത് പ്രസ്ഥാനം: മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി, അലി ബ്രദേഴ്സ്. ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർത്ത് പറയപ്പെട്ട പേരുകൾ ആരുടേതാണ്? അലി ബ്രദേഴ്സിന്റേതാണ്. അലി ബ്രദേഴ്സ്, മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, സ്വീകരിച്ചത് ഏത് രാജ്യത്ത് നിന്ന്? അയർലൻഡിൽ നിന്ന്. വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ചോദ്യമാണ്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അനുസരിച്ച് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ പ്രദേശം മണിപ്പൂരാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി ആര്? രാജേന്ദ്ര പ്രസാദ് ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ സമിതി അധ്യക്ഷനായിരുന്ന വ്യക്തി രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം ഏത്? വിവരാവകാശ നിയമം നടപ്പിലാക്കിയത് രാജസ്ഥാനാണ്. രാജസ്ഥാൻ. താഴെ പറയുന്നവയിൽ മൗലികാവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് ആർക്ക്? മൗലിക അവകാശങ്ങളിൽ ഭേദഗതി വരുത്തുവാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. താഴെ കൊടുത്തവയിൽ ശരിയല്ലാത്തത് ഏത്? ഇവിടെ കുറച്ച് ജോഡികൾ തന്നിട്ടുണ്ട്. അതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ ജോഡി പാലിയം സത്യാഗ്രഹം വക്കം അബ്ദുൾ ഖാദർ എന്നുള്ളതാണ് തെറ്റ്. വൈക്കം സത്യാഗ്രഹം TK മാധവൻ, ഗുരുവായൂർ സത്യാഗ്രഹം K കേളപ്പൻ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത വ്യക്തി, നേതൃത്വം നൽകിയത് ആരാണെന്നൊക്കെ ചോദിച്ചാൽ C കേശവനാണ്. 1947. പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല ഏതാ? എറണാകുളം ജില്ലയാണ്. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സൗഹൃദ ജാഥ നയിച്ച വനിത ആരാണ്? KK കൗസല്യാണ്. KK കൗസല്യ. അതൊന്ന് ഓർത്തിരിക്കുക. പാലിയം സത്യാഗ്രഹം നടന്ന ജില്ല ഏതാ? എറണാകുളം ജില്ലയാണ്. സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നടന്ന ആദ്യത്തെ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം, 1947-48 കാലയളവിൽ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ചട്ടമ്പിസ്വാമികളുടെ രചനകൾ ഏവ? ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു, ഇവരുടെ 2 പേരുടെയും രചനകൾ എപ്പോഴും ചോദിക്കാറുണ്ട്. SCERT ബേസ്ഡ് ആയിട്ട് തന്നെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. 7th സ്റ്റാൻഡേർഡ് SCERT നവകേരള സൃഷ്ടിക്കായി എന്ന ചാപ്റ്റർ നിങ്ങളുടെ അടുത്ത് കാര്യമായിട്ട് പഠിക്കുക. അതിനകത്തെ നവോത്ഥാന നായകരെ തന്നെയാണ് PSC തിരിച്ചും മറിച്ചും ചോദിക്കുന്നത്. അപ്പൊ ചട്ടമ്പിസ്വാമികളുടെ രചനകൾ ഏവ? 1ഉം 4ഉമാണ്. വേദാധികാര നിരൂപണം, ആദിഭാഷ. ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരു, അഭിനവ കേരളം വാഗ്ഭടാനന്ദൻ. 1ഉം 4ഉമാണ് ആൻസർ. ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഏവ?
ശക്തൻ തമ്പുരാന്റെ ഭരണവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. കോവിലകത്തും വാതുക്കൽ തൃശൂർ പൂരം ആരംഭിച്ചു. കൂടൽമാണിക്യ ക്ഷേത്രം പുതുക്കി പണിതു ശക്തൻ തമ്പുരാൻ. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. അത് ശക്തൻ തമ്പുരാന്റെ ഭരണവുമായിട്ട് ബന്ധം ഇല്ല. അപ്പോൾ 1, 2, 4 ആൻസർ. സമത്വ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആര്? കേരളത്തിലെ ആദ്യത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് കരുതപ്പെടുന്ന സംഘടനയാണ് സമത്വ സമാജം. സ്ഥാപിതമായ വർഷം 1736. സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് യോജിക്കാത്തത് മാർത്താണ്ഡവർമ്മയാണ് നേതൃത്വം കൊടുത്തത്. അത് തെറ്റാണ്. ബാക്കി 3 പ്രസ്താവനകളും ശരി. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കലാപം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 നടന്നത്. കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരായ രാജ്യം. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ ഖത്തറിലാണ് 2022 വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നത്. 2ാം സ്ഥാനക്കാരായ രാജ്യം ഫ്രാൻസ് ആണ്. ഫ്രാൻസ്. അർജന്റീനയാണ് ജേതാക്കൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി പദ്ധതികൾ ഉള്ള ജില്ല. ജലവൈദ്യുത പദ്ധതികൾ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇടുക്കി ജില്ല. നദി ചോദിച്ചാൽ പെരിയാർ നദി. ജലസേചനം നദി ചോദിച്ചാൽ ഭാരതപ്പുഴയാണ്. താഴെ പറയുന്നവയിൽ ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഖാരിഫ് വിളകളിൽ ഉൾപ്പെടാത്തത് ബാർലി. ബാർലി ഒരു റാബി വിളയാണ്. ഗോതമ്പ്, ബാർലി, പുകയില, കടുക്, പയർവർഗ്ഗങ്ങൾ എന്നിവ റാബി വിളകളാണ്. ചോളം, നെല്ല്, പരുത്തി, തിനവിളകൾ, നിലക്കടല മുതലായവ ഖാരിഫ് വിളകളാണ്. ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന ചാപ്റ്റർ കൃത്യമായിട്ടും പഠിച്ചിട്ട് പോവുക. 10th സ്റ്റാൻഡേർഡ് ജോഗ്രഫി, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, അതിൽ പറയുന്ന ഫാക്ട്സ് ആണിത്. ഓക്കെ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് എന്ന്? 1998 മെയ് മാസം 17 കുടുംബശ്രീ വാജ്പേയി ഉദ്ഘാടനം ചെയ്തത്. 2021 വായനാ ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? പെരുംകുളം ആണ്. പെരുംകുളം. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സംസ്ഥാന നിയമസഭയ്ക്കും പാർലമെന്റിനും ചരക്ക് സേവന നികുതി സംബന്ധിച്ച് നിയമനിർമ്മാണത്തിന് അധികാരം നൽകുന്നത്? 101 ഭേദഗതി. GSTയുമായി ബന്ധപ്പെട്ട ഭേദഗതി 101 ഭേദഗതി. ഭേദഗതി ബില്ല് 122 ഭേദഗതി ബില്ല്. ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ. ദ ക്വസ്റ്റ് ഫോർ എ വേൾഡ് വിതൗട്ട് ഹങ്കർ എന്നത് ആരുടെ പുസ്തകം? ഡോക്ടർ MS സ്വാമിനാഥന്റെ പുസ്തകം. 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ. 15ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത്? ശരിയായ പ്രസ്താവനകൾ. ഇവിടെ ജോഡികളാണ് തന്നിരിക്കുന്നത്. ശരിയായവ ഇവിടെ തന്നിരിക്കുന്ന 4ഉം ശരിയാണ്. പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15. പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ പ്രധാനമന്ത്രി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി PC മെഹലനോബിസ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ M വിശ്വേശ്വരയ്യയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ PC മെഹലനോബിസ് ആണ്. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? കറുത്ത മണ്ണാണ്. റിഗർ സോയിൽ, ചെർണോസം എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണ് ഏത്? കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങളാണ്. പശ്ചിമ ബംഗാളിലെ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രങ്ങൾ കണ്ടൽ വനങ്ങൾ. ഭ്രംശ താഴ്വരയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ഏത്?
നർമ്മദയാണ്. നർമ്മദ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യൻ ഉപദ്വീപീയ നദികളാണ് നർമ്മദയും താപ്തിയും. അതിൽ ഭ്രംശ താഴ്വരയിലൂടെ ഡ്രിഫ്റ്റ് വാലിയിലൂടെ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഇന്ത്യയിലെ ഏക നദി ചോദിച്ചാൽ നർമ്മദ. സുന്ദരവനം ഡെൽറ്റ ഏതൊക്കെ നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായി രൂപപ്പെട്ടതാണ്? സുന്ദരവനം ഡെൽറ്റ ഗംഗയും ബ്രഹ്മപുത്രയും. ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥാപിതമായത്. മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ചത് അസമാണ്. അസം. മിഷൻ ഭൂമിപുത്ര. ബ്രഹ്മപുത്ര അസം സംസ്ഥാനത്തിലൂടെയല്ലേ ഒഴുകുന്നത്? അപ്പോൾ ബ്രഹ്മപുത്ര ഭൂമിപുത്ര അതിലേക്കൊന്ന് കണക്ട് ചെയ്താൽ അസമാണെന്ന് കിട്ടും. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള ജില്ല ഏത്? ജനസംഖ്യാ വളർച്ചാ നിരക്ക് മലപ്പുറം ജില്ലയാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? തെക്കു പടിഞ്ഞാറൻ മൺസൂണാണ്. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 744. NH 744. ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമേത്? ഡക്കാൻ പീഠഭൂമിയുടെ ഭാഗമായ കേരളത്തിലെ പ്രദേശമാണ് വയനാട്. കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല ഏതാ? കേരളത്തിൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ല പാലക്കാട്. സ്ഥലം ചോദിച്ചാൽ ചിറ്റൂർ. സെങ്കുളം അല്ലെങ്കിൽ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചെങ്കുളം ഇടുക്കി. പുഴ ചോദിച്ചാൽ മുതിരപ്പുഴ. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശമേത്? കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ തീരദേശം കണ്ണൂർ ജില്ല. ഏറ്റവും കൂടുതൽ തീരദേശമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ല. അയ്യങ്കാളി ട്രോഫി വള്ളംകളി നടക്കുന്ന കേരളത്തിലെ ജലാശയം ഏത്? അയ്യങ്കാളി ട്രോഫി വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏത്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് കുമളി. ഇന്ത്യയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ആലുവയിലാണ്. ആലുവ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? മേപ്പാടിയിലാണ്. മേപ്പാടി. ദീർഘദൂര റേഡിയോ പ്രക്ഷേപണത്തിന് സാധ്യമാകുന്ന അന്തരീക്ഷ പാളി അയണോസ്ഫിയർ. നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത്? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി. CEO നിയമിക്കുന്നത് പ്രധാനമന്ത്രി. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ? ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098. 1098 അപ്പോൾ 1098 ബാക്കിലേക്ക് എടുത്താൽ മതി. വിത്തും കൈക്കോട്ടും എന്ന കൃതി ആരുടെ സൃഷ്ടിയാണ്? വിത്തും കൈക്കോട്ടും വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സൃഷ്ടിയാണ്. എനർജി അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്? എനർജി അളക്കാൻ ഉപയോഗിക്കുന്നത് ജൂൾ. ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? തെലങ്കാനയാണ്. 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് ഏതിനാ? രാജ്യത്ത് 5G സേവനങ്ങൾക്കാണ് 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത്. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏത്? പ്രചന്താണ്. പ്രചന്ത്. വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംരക്ഷണം ചെയ്യുന്ന കാർഷിക പരിപാടിയാണ് നൂറുമേനി. നൂറുമേനി. വൈറ്റമിൻ എ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. വൈറ്റമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. ശരിയാണ്. വൈറ്റമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു. രണ്ടും ശരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേരെന്ത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ്. കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം
എവിടെയാണ്? മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം പദ്ധതി തെന്മല. നെഫ്രൈറ്റീസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏത്? നെഫ്രൈറ്റീസ് വൃക്കയെയാണ് ബാധിക്കുന്നത്. നെഫ്രോൺസ് വൃക്കയിലെ അടിസ്ഥാന ഘടകങ്ങളാണ്. അപ്പൊ നെഫ്രൈറ്റീസ് ബാധിക്കുന്നത് വൃക്കയാണെന്ന് കിട്ടും. 2022 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? വൈദ്യശാസ്ത്രം സ്വാന്തേ പേബോ. കുനോ നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കുനോ നാഷണൽ പാർക്ക് ദേശീയോദ്യാനം മധ്യപ്രദേശ്. ചീറ്റപ്പുലികളെ കൊണ്ടുവന്ന കുനോ നാഷണൽ പാർക്ക്. രാസസമവാക്യങ്ങൾ സമീകരിക്കപ്പെടുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ് സമീകരിക്കപ്പെട്ടിരിക്കുന്നത്? പിണ്ഡമാണ്, മാസ്. ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. ഹെൻറി മോസ്ലിയാണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ദ്രാവക അവസ്ഥയിലുള്ള ലോഹമായ മെർക്കുറിയുടെ അയിര് താഴെ പറയുന്നതിൽ ഏത്? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. പ്രഷർ കുക്കറിൽ ആഹാര സാധനങ്ങൾ വേഗത്തിൽ പാചകം ചെയ്യുവാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ എന്ത് കാരണം കൊണ്ടാണ്? മർദ്ദം കൂടുമ്പോൾ ജലത്തിന്റെ തിളനില വർദ്ധിക്കുന്നത് കൊണ്ട്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില 120 ഡിഗ്രി സെൽഷ്യസ്. സാധാരണ ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പ്രഷർ കുക്കറിൽ 120 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത്. ഏതൊരു പദാർത്ഥത്തിനും അതിന്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്. താഴെ പറയുന്നവയിൽ ഏത് ഗുണമാണ്? ഉത്തരം ജഡത്വമാണ്, ഇനേർഷ്യ. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി കേരള ഹൈക്കോടതി. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന, ഇപ്പോൾ വിക്ഷേപിച്ചു കഴിഞ്ഞു, സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏത്? ആദിത്യ L1. കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? കൊതുകിന്റെ മുട്ട 8 ദിവസം. കൊതുകിന്റെ മുട്ട വിരിയാൻ 8 ദിവസം. പുകവലി മൂലമുണ്ടാകുന്ന ഒരു രോഗം. പുകവലി മൂലമുണ്ടാകുന്നത് ബ്രോങ്കൈറ്റിസ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം? ചലനരഹിത സന്ധി തലയോട്ടിയിലെ സന്ധി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. വിസർജന അവയവം വൃക്ക. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ഹൃദയത്തിൽ 4 അറകളുള്ള ജീവിയാണ് മനുഷ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. താഴെ കൊടുക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിൻ ഏത്? ബിയും സിയുമാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി, വൈറ്റമിൻ ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. A, D, E, K എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ്. അപ്പൊ ലയത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ലയത്വത്തിനെ വെച്ചിട്ട് വൈറ്റമിൻസ് 2 ടൈപ്പ് ഉണ്ട്. ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏതാ? താലോലം. ഇമ്പോർട്ടന്റ് ആണ് താലോലം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? അസ്ഥികളുടെ എണ്ണം 206. ജീവിതശൈലി രോഗത്തിന് ഒരു ഉദാഹരണം? ജീവിതശൈലി രോഗം ബ്ലഡ് പ്രഷർ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി? ജലദോഷത്തിന് കാരണം വൈറസ് ആണ്. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി? കോളറയ്ക്ക് കാരണമാകുന്നത് ബാക്ടീരിയയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 80 GK ചോദ്യങ്ങൾ. ബാക്കി 20 മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് SCERTയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ അതെടുത്ത് നിരന്തരം റിവൈസ് ചെയ്തോളാം. അപ്പോൾ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഫൈനൽ റിവിഷന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. SCERTയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചത് തന്നെ വീണ്ടും വീണ്ടും എടുത്ത് റിവൈസ് ചെയ്യുക. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും പഠിച്ച കാര്യങ്ങൾ കൂടുതലായിട്ടും റിവൈസ് ചെയ്ത് അത് മനസ്സിൽ ഉറപ്പിക്കുക. കറണ്ട് അഫയേഴ്സ് ഡെയിലി പഠിക്കുക. കറണ്ട് അഫയേഴ്സിന് നല്ലൊരു ശതമാനം മാർക്ക് തന്നെയാണ് യൂണിവേഴ്സിറ്റി LGS പോലുള്ള പരീക്ഷകൾക്ക് PSC നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഏതൊക്കെ
മേഖലയിൽ നമുക്ക് മാർക്ക് നേടാൻ പറ്റും, അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം ക്രമീകരിച്ച് കൊണ്ടുപോവുക. അതാണ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമായിട്ട് പുറകെ വീഡിയോസ് ഉണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ വീണ്ടും കാണാം.